നമസ്കാരം. ഗോവിന്ദംപുരി തിരുമേനി. വിഷുവിൻ്റെ അന്ന് രാവിലെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന ആൾക്കാർ ചോദിക്കുക. ശരിക്കും ഞാനിത് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേക്കണതാണ്, വളരെ കേമായിട്ട് പറഞ്ഞേക്കണതാണ്. ഈ വിഷു എന്ന് പറയുന്നത് വൈഷ്ണവ സാന്നിധ്യത്തെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ അല്ലെ മഹാവിഷ്ണുവിനെ നമ്മൾ മനസ്സുകൊണ്ട് ആവാഹിച്ച് നമ്മുടെ പൂജാമുറിയിലിരുത്തി അദ്ദേഹത്തിന് നമ്മുടെ കാർഷിക വിളകളെല്ലാം കാണിച്ച് നമ്മുടെ എന്താ പറയുക എല്ലാം നമ്മൾ അദ്ദേഹത്തിന് ദർശനം നൽകി അദ്ദേഹത്തെ നമസ്കരിച്ച് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ 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 കേമാണ്. അപ്പം നമ്മൾ ഇതിനെ ഒരു വളരെ നിസ്സാരമായി രാവിലെ കണി കണ്ടു, ഉടനെ തന്നെ നമ്മൾ അപ്പുറം പോയി കുറച്ച് പടക്കം പൊട്ടിച്ചു, അല്ലെങ്കിൽ അപ്പുറം പോയി അടുക്കളയിലേക്ക് പോയി. അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെയല്ല. അതിൻ്റെ ആ ഒരു ഭാവമുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ കലിയുഗമാണ്, കലി അവതരിച്ചേക്കുവാണ്. കലി അവതരണത്തിൽ ഭഗവാൻ പറഞ്ഞ പോലെ പല ദുരിതങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കലിയുടെ സങ്കടങ്ങൾ നമ്മൾ പലത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കലിയുഗത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെയുള്ള നാമജപത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് ഭഗവതി വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നിർബന്ധമായിട്ട് വളരെ കേമായിട്ട് നിങ്ങൾ ഈ രാവിലെ കണി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ കത്തിച്ച വിളക്കിൻ്റെ മുമ്പിൽ അങ്ങനെ വളരെ സുസ്മിതവരനായിട്ട് വീരനായിട്ട് സർവ്വ അനുഗ്രഹങ്ങളും നൽകാനായിട്ട് ഭഗവാനോട് പ്രത്യക്ഷപ്പെട്ടേക്കോ. അദ്ദേഹം ഈ കണിയെല്ലാം കണ്ട് അങ്ങനെ വളരെ സന്തോഷമായിട്ടിരിക്കുമ്പം നമ്മൾ അദ്ദേഹത്തെ ആദ്യമായിക്കോണം. ഈ വർഷത്തിൻ്റെ തുടക്കം അങ്ങയെ കണ്ട് അങ്ങയുടെ അനുഗ്രഹത്തോടു കൂടി, അങ്ങയുടെ ആശീർവാദത്തോടു കൂടി, അങ്ങയുടെ ആ ചിന്തകളും ബുദ്ധികളും എൻ്റെ മനസ്സിൽ വന്ന് എനിക്ക് നല്ല ചിന്തകളോടുകൂടി നല്ല വ്യക്തതയോടുകൂടി എനിക്ക് മുമ്പോട്ട് പോകണം എന്നുള്ള അനുഗ്രഹകല നമ്മൾ മേടിക്കാൻ വേണ്ടി ആദ്യമായി ഭഗവാനെ കാണുകയാണ്. ആ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ആ ഭഗവാനെ വളരെ നന്നായി നമ്മൾ തൊഴുതിട്ട് ഭഗവാനെ തൊഴുത് നമസ്കരിക്കണം. നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട. ഒരു കുറച്ച് നേരം, 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് അല്ലെ 3 മിനിറ്റ് നമ്മൾ എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ കൂട്ടമായിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് നാരായണ 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 അത് കുറച്ച് നേരമെങ്കിലും ജപിക്കുക. എന്താ പറയണേ, ആ ഭഗവാൻ വന്ന് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്ന നമ്മുടെ നാമജപാദികളിലൂടെ നമ്മുടെ ഖണ്ഡത്തിലൂടെ വരുന്ന മനസ്സിൽ നമ്മൾ പ്രതിഷ്ഠിച്ച ആ കൃഷ്ണൻ്റെ സ്വരൂപത്തെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുന്ന ഓരോ ജപങ്ങളും നമ്മുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ ഓരോ പുഷ്പങ്ങളായി ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാൻ പറ്റ ശക്തിയോടുകൂടി നാരായണ 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 എന്ന് കുറച്ച് നേരം ജപിക്കാം. അങ്ങനെ കുറേ നേരം നാരായണയൊക്കെ ജപിച്ചതിന് ശേഷം മാത്രമാണ് ആ വിഷുക്കണി ദർശനം അവസാനിപ്പിക്കാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വിഷുക്കണി ദർശനത്തിന് ഈ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി, ഭഗവാൻ ഉണ്ടെങ്കിൽ അവിടെ ആരാ ഉള്ളത്? ലക്ഷ്മി ഉണ്ട്. ഭഗവാൻ എവിടെ വന്നാലും ആ കൂടെ ആരാ ഉള്ളത്? ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആരാ? ശ്രീയാണ്, ശ്രീത്വമാണ്, സമ്പത്താണ്, ഐശ്വര്യമാണ്, സമ്പൽ സമൃദ്ധിയാണ്, ഭാഗ്യമാണ്. അപ്പം ആ ഭഗവതിയുടെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ വിഷ്കൈ നീട്ടം. നമ്മൾ സാധാരണ കഴിക്കണ 100 രൂപ അല്ലെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ 50 രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മളിന് കൂടെ അങ്ങനെയല്ല ചടങ്ങ്. അത് വളരെ വൃത്തിയായിട്ട് നമുക്കറിയാം. നമുക്കന്ന് നമ്മൾ ഈ പറയണ പോലെ നമ്മൾ വിഷുക്കണി ഒരുക്കുമ്പോൾ നമ്മൾ വെക്കുന്ന കൊന്നപ്പൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ കൊന്നപ്പൂവും എല്ലാം കൊന്നപ്പൂവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും വിഷുക്കണി ഒരുക്കണത്. ആ വിഷുക്കണി ഒരുക്കണ കൊന്നപ്പൂവിൽ നിന്നൊരല്പം പൂവും അക്ഷതവും നെല്ലും അരിയും കൂട്ടി അക്ഷതവും പൂവും, അതുപോലെ തന്നെ ഒരു നാണയം, പൈസയൊന്നും വേണ്ട, ഒരു നാണയം ഒരു സ്വർണവും കൂടെ വെച്ചിട്ട് കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവരാരാണോ അവർ മൂപ്പുമുറ അനുസരിച്ച് എല്ലാവർക്കും കൈനീട്ടം കൊടുക്കും. 1 രൂപ മതി. എല്ലാവർക്കും സ്വർണം കൊടുക്കണമെന്നല്ല, സ്വർണ്ണം ഒരെണ്ണായാലും മതി, കൈമാറി എടുത്താൽ മതി. പക്ഷേ ആ ഭഗവാന്റെ മുമ്പിൽ ആ കൈനീട്ടം എന്ന് പറയുന്ന ചടങ്ങുകൾ നടക്കണം. ആ കൊന്നപ്പൂവും നാണയവും അക്ഷതവും കൂട്ടി അദ്ദേഹത്തിന് കൈനീട്ടം കൊടുത്ത് വളരെ ഗംഭീരമായിട്ട് ആ കൈനീട്ടം കൊടുത്ത് അത് അവസാനിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ കൊടുത്ത് ആ കൈനീട്ടം നമ്മൾ വാങ്ങിക്കുക. 1 വർഷത്തേക്കുള്ള ധനധാന്യ സമൃദ്ധി. അശ്വതായി ഗോധായി ധനദായി ദദാതുമേ ധനം മേ ദദാം ദേവി ദേവി മനീക്ഷണം. ആ സങ്കല്പത്തിലൂടെ ഇങ്ങനെ ഐശ്വര്യം ഉണ്ടാവട്ടെ, സമ്പത്തുണ്ടാവട്ടെ, 1 വർഷം മേന്മയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരണവന്മാരുടെ കയ്യിൽ നിന്ന് ആ നാണയം നമ്മൾ വാങ്ങി നമ്മൾ ആ കാരണവരെയും ഭഗവാനെയും നമസ്കരിച്ച് ആ നാണയം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക. അതാണ് വിഷ്കൈ നീട്ടം. അങ്ങനെ ആ ചടങ്ങോടുകൂടി അവസാനിക്കുമ്പോഴാണ് അത് കേമാവണേ.
അതിനുശേഷം വൃത്തിയായി കേമായി ബാക്കി കാര്യങ്ങളിലേക്ക് പോകണം. അത്രയും കാര്യങ്ങൾ വിഷുക്കണി ദർശനമായിട്ട് ചേർന്ന് നിൽക്കുന്ന ദർശനം. അപ്പോൾ എങ്ങനെയാണ് വിഷുക്കണി ദർശനം, അതിനുശേഷം എന്താണെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയിൽ തന്നെ കൊണ്ടുപോകണം, ആ ചിട്ടയിൽ തന്നെ നടത്തുകയും വേണം. അത് ഓർമ്മ വെച്ചോണം. നമസ്കാരം, ഗോവിന്ദ നമ്പൂരി.